പേടിക്കണ്ട, നിങ്ങളെ സ്ക്രീനൊന്നും അടിച്ചു പോയിട്ടില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ക്യാമറ ഇനി മുതൽ ഒന്ന് വിറച്ചു തുടങ്ങും. എന്താന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണ് ഇതേപോലെ പൊക്കി പിടിച്ച് ഡി ജെ പാർട്ടീസിലൊക്കെ ഡയറക്റ്റ് ആ ഒരു ലേസർ ലൈറ്റിലേക്കുള്ള ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള ഒരു ഡിസ്ക്ലെയിമർ ആണ്. സോ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് കൂടെങ്കിൽ ഇത്തരത്തിലുള്ള ലേസർ ലൈറ്റുകൾ ഡയറക്റ്റ് നമ്മുടെ ക്യാമറ സെൻസറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ക്യാമറ സെൻസർ നാശാവും. അതായത് നമ്മൾ ചില ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും ക്യാമറ ഫോക്കസ് ആകുമ്പോൾ വോബ്ലിങ്ങും അതേപോലെ തന്നെ ഗ്ലിറ്റേഴ്സും അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ വരുന്നത്. സോ അത് ഇത്തരത്തിൽ നിങ്ങൾ ഡി ജെ പാർട്ടീസിലൊക്കെ പോയിട്ട് ലേസർ ലൈറ്റിലേക്ക് ഡയറക്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം നിങ്ങളെ ലെൻസ് ഡാമേജ് ആവുന്നതുകൊണ്ടാണ്. സോ ഇത്തരത്തിൽ ഇഷ്യൂസ് വരാതിരിക്കാൻ നിങ്ങൾ ഇതേപോലെ ഡി ജെ പാർട്ടിക്കൊന്നും പോയിട്ട് ഡയറക്റ്റ് ലേസർ ലൈറ്റിലേക്കൊന്നും നിങ്ങളെ ഫോൺ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ ക്യാമറയ്ക്ക് കേടാണ്. ഡി ജെ പാർട്ടീസ് മാത്രമല്ല, എവിടെയായാലും ഇതേപോലെ ലേസർ ലൈറ്റ് നമ്മളെ ക്യാമറയിലേക്ക് ഡയറക്റ്റ് അടിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളെ ഫോണിൻ്റെ ആയാലും അത് പ്രൊഫഷണൽ ക്യാമറയിൽ ഏതായാലും അങ്ങനെ തന്നെയാണ്. സോ എന്തായാലും നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളെ ഫോണ് നാശമായി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയോ വാറണ്ടിയോ നമ്മുടെ സൈഡിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മുടെ സൈഡിലുള്ള ഫോൾട്ട് മാത്രമാണ്. സോ എന്തായാലും ഇതേപോലെ നിങ്ങൾ പാർട്ടീസിലൊക്കെ പോയിട്ട് ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്ത് മെയിൻ ആവും, നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് മേ ബി ഇത് അറിയില്ലായിരിക്കും. സോ ഒരറിവും ചെറുതല്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും.